നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ട് BJPയിൽ പോയിട്ട് തിരികെ വന്നാലോ എന്നാണ് ചില കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ചിന്ത. കാത്തിരുന്ന് നടക്കാനിരിക്കുന്ന നേതൃമാറ്റത്തിന് അതിലൊരു കഷ്ണത്തിനായി ഇപ്പോൾ സന്ദീപ് വാര്യറും അവകാശിയായുണ്ട്. സന്ദീപിനെ ഏത് പദവിയിൽ കോൺഗ്രസിൽ കൊണ്ടിരുത്തണമെന്ന് ചർച്ചയും ആകാംക്ഷയുമൊക്കെ ഇപ്പോൾ തകൃതിയായി നടക്കുന്നു. ഒടുവിൽ അതിലും ഇതാ തീരുമാനമാകുകയാണ്. BJP വിട്ട് കോൺഗ്രസിൽ ചെന്ന സന്ദീപ് വാര്യരുടെ പദവി സംബന്ധിച്ച് KPCC പുനഃസംഘടനയ്ക്ക് മുമ്പ് തന്നെ തീരുമാനം വരും. സന്ദീപ് വാര്യരെ ഉടനടി KPCC ജനറൽ സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചേക്കും. അണികളും നേതാക്കളും ഉറ്റുനോക്കുന്ന പുനഃസംഘടന വരെ ആരും കാക്കില്ല. സന്ദീപ് വാര്യർക്ക് അതിന് സമയവുമില്ല. ഡൽഹിയിലെത്തിയ സന്ദീപ് വാര്യർ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി തൻ്റെ കസേര ഉറപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും CPM-നും BJP-ക്കുമെതിരെ ചാട്ടുള്ളി പോലെ കമൻറ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയ്ക്കാൻ സന്ദീപ് വാര്യർക്കൊപ്പം കോൺഗ്രസിൽ ഇപ്പോൾ ഷാഫി പറമ്പിലും വിരലെണ്ണാവുന്ന ചില യുവതുർക്കികളും മാത്രമേ ഉള്ളൂ എന്നതാണ് സന്ദീപ് വാര്യരുടെ പദവി ഉറപ്പിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ ധാരണയായെന്നാണ് ഏതാണ്ട് സൂചന. തീരുമാനം വൈകരുതെന്നും തനിക്ക് കോൺഗ്രസ് വേദികളിൽ സജീവമായി പങ്കെടുക്കാൻ പ്രവർത്തനത്തിനിറങ്ങാൻ ധൃതിയായെന്നുമാണ് സന്ദീപ് വാര്യർ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. പാർട്ടി ഏത് പദവി തന്നാലും സ്വീകരിക്കുമെന്ന് സന്ദീപ് വാര്യരും പ്രതികരിച്ചിട്ടുണ്ട്. ഏകാധിപത്യ അന്തരീക്ഷത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് എത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് താനെന്നും സന്ദീപ് വാര്യർ പറയുന്നു. ദില്ലിയിലെത്തിയ സന്ദീപ് വാര്യർ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി എന്നിവരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം കേരളത്തിൽ ഇന്ന് നടക്കും നാളെ നടക്കുമെന്ന് പ്രവർത്തകർ ഏറെക്കാലമേ കാത്തിരിക്കുന്ന നേതൃമാറ്റത്തിനും പുനഃസംഘടനയ്ക്കും VD സതീശനും K സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ ചേർന്ന് വെടിമരുന്നിന് തീയിട്ടിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ KPCC പുനഃസംഘടനയെക്കുറിച്ച് ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല, ധാരണയുമായിട്ടില്ല. ഇതേ ചൊല്ലി അടിമൂക്കുകയാണ്. ആദ്യം പാർട്ടിയിലെ സ്ഥാനം, പിന്നെ അടുത്ത സ്ഥാനാർത്ഥി സീറ്റ്. ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഡിമാൻഡ്. നിലവിലുള്ള ഭാരവാഹികളെ മാറ്റി പുതിയ ഭാരവാഹികളെ കൊണ്ടുവരണമോ അതോ അധികമായി പുതിയ ഭാരവാഹികളെ നിയോഗിച്ചാൽ മതിയോ എന്ന വിഷയത്തിലും വ്യക്തതയില്ല. അഴിച്ചുപണി നടത്തുന്നതെങ്കിൽ തലപ്പത്തുനിന്ന് തന്നെ വേണമെന്നും KPCC പ്രസിഡന്റ് പദവി K സുധാകരൻ ഒഴിയണമെന്ന ആവശ്യവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്, പ്രത്യേകിച്ച് VD സതീശൻ വിഭാഗം. എന്നാൽ പദവി നിലനിർത്തിക്കൊണ്ട് തന്നെ KPCCയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയും DCC അധ്യക്ഷന്മാരെ ഉൾപ്പെടെ മാറ്റി DCC പുനഃസംഘടനയാണ് K സുധാകരൻ ലക്ഷ്യമിടുന്നത്. MP പദവി നിലനിർത്തി പാർട്ടിയിൽ കൂടുതൽ കരുത്തനായ K സുധാകരൻ തൽക്കാലം അധ്യക്ഷ പദവിയെ കൈവിടില്ല. അടുത്ത വർഷം തദ്ദേശ തിരഞ്ഞെടുപ്പും അതിനടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ കസേര വിട്ട് കളിക്കാൻ തയ്യാറുള്ള നിലപാടിലാണ് K സുധാകരൻ. 1-2 ആഴ്ചയ്ക്കകം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന. ജനുവരിക്ക് അപ്പുറം നീണ്ടുപോയാൽ പുനഃസംഘടന പിന്നെ നടക്കാൻ സാധ്യത വിരലുണ്ടാവുന്നതാണ്. ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കഴിയാത്ത വിഷയവും കോൺഗ്രസിനെ ആകെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടം കൈവരിക്കാനായില്ലെങ്കിൽ കൈവിട്ടു പോകും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കോൺഗ്രസിനും UDF-നും വ്യക്തമായ വിലയിരുത്തലുമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഉണർവേകുന്ന തീരുമാനങ്ങൾ തന്നെ ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ കേരള നേതൃത്വത്തിൻ്റെ ചിന്ത. പക്ഷേ അടി എപ്പോൾ മൂക്കും ആ അടി എപ്പോൾ തീർക്കും എന്നതാണ് ഇപ്പോൾ നേതൃത്വത്തിന് മുന്നിലെ ഏറ്റവും വലിയ ചോദ്യം.